ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു JM. ലോക ദുൽഖർ സൽമാൻ വേഫർ ഫിലിംസ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നെസ്ലിൻ, അതുപോലെ നമ്മുടെ സ്വന്തം കല്യാണി പ്രിയദർശൻ, അങ്ങനെ നല്ലൊരു കാസ്റ്റ് ഇതിലുണ്ട്. നമ്മുടെ സാൻഡി മാസ്റ്റർ ആണ് വില്ലനായിട്ട് വരുന്നത്. പിന്നെ സലീം കുമാറിന്റെ മകനായിട്ടുള്ള ഫുൾ നെയിം എനിക്കറിയില്ല, ചന്തു സലീം അല്ലേ, പുള്ളിക്കാരൻ. അങ്ങനെ ഭയങ്കര കാസ്റ്റ് ഉണ്ട്. ഇന്നലെ പീപ്പിൾ ഓഫ് ലോക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 4-5 പേരുടെ ഒരു പോസ്റ്റേഴ്സ് ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ലോക എന്ന് പറഞ്ഞ ഒരൊറ്റ ഗ്ലിംസ് കൊണ്ട്, അല്ലെങ്കിൽ ഒരൊറ്റ ടീസർ കൊണ്ട് വൺ ഓഫ് ദി മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മലയാളം ഫിലിമിൽ കയറിയിട്ടുള്ള സിനിമയാണ്. അതിലൊരു ഡൗട്ടും വേണ്ട. കുറെ ആൾക്കാർ പടം പൊട്ടും എന്നൊക്കെ പറയുമ്പോഴും, കാരണം അത്രയും വലിയ സംഭവമായിട്ട് കൊണ്ടിരുമ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള ആദ്യ നെഗറ്റീവ്. ബട്ട് എനിക്കെന്തോ ഭയങ്കര പ്രതീക്ഷ ഒരു ഫിലിമാണ്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തരുന്നതാണ് തോന്നുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കുക, ലോകയുടെ പ്രൊമോ വീഡിയോസ് ഒന്ന് വന്നിരിക്കുകയാണ്. തനി ലോക മുറക്കാരി, എന്താണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി? ജെയ്ക്സ് ബിജോയ് ഇപ്രാവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഇന്റർനാഷണൽ ലെവൽ. എങ്ങനെ ഇന്റർനാഷണൽ ലെവലിലെ ആളുകളെയാണ്. ആരാണ് ഇന്റർനാഷണൽ ലെവൽ ആള്? ജ്യോതി നൂറാൻ. അപ്പൊ ഇത് നമുക്ക് കേട്ടിട്ടുണ്ടാവും. ജ്യോതി നൂറാൻ എന്ന് പറയുന്നത്, പുള്ളിക്കാരന്റെ വോയിസ് എന്ന് പറയുന്നത് നമുക്കറിയില്ല, ബോളിവുഡിലൊക്കെ ഉള്ള സോങ്ങുകൾ കണ്ടിട്ടില്ല, ഭയങ്കര ഹസ്കി ആയിരിക്കും, ഭയങ്കര ഹാർഷ് ആയിരിക്കും, ഭയങ്കര ലൗഡ് ആയിരിക്കും. അങ്ങനത്തെ ചില വോയിസ് ഉണ്ട്. ഒരു പ്രത്യേക രസമാണ് അത് കേൾക്കാൻ. അതുപോലെ തന്നെ ജ്യോതി എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഫാൻ ബേസ് തന്നെ ഉണ്ട് ഇവിടെ മലയാളത്തിലടക്കം. അപ്പോൾ പല ആളുകളും ഇതിന്റെ കമന്റ് തന്നെ നോക്കിയാൽ കാണാം, എന്റെ മലയാളത്തിൽ ജ്യോതി നൂറാൻ, ഹാറ്റ്സ് ഓഫ് ജെയ്ക്സ് ബിജോയ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറെ കമന്റുകൾ വന്നിട്ടുണ്ട്. എന്തായാലും 3 മിനിറ്റ് 53 സെക്കൻഡ് ആണ്. നല്ല പാട്ടായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ ഇന്നലെ വന്ന പ്രൊമോന്റെ ചെറിയ സാധനം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ സാധനം എടുത്ത് കുറെ കമന്റ് വായിച്ചു എന്നല്ലാതെ വീഡിയോ ഇപ്പോഴും കണ്ടിട്ടില്ല. സോ ഫസ്റ്റ് വാച്ച് ആണ്. ലെറ്റ്സ് വാച്ച് ടുഗദർ. റെഡി. കോപ്പറേറ്റ് ഉണ്ടോന്ന് അറിയില്ല, എന്നാലും നമുക്ക് കാണാം. ബ്ലോക്ക് ആയത് വരൂലേ? ഈ വോയിസ് ഉണ്ടോ? അവളിങ്ങനെ കരകരപ്പുണ്ടാവും. The pulse of all creation. Yes. ഹൈയൊക്കെ പോണതേ. അവിടെ എന്തോ സംഭവം ഉണ്ടോ? Nestled. No others. I'm no goddess without bringing it to raw. Go get us the boat, better be mirrored. Lights out, we bringing the shiver. Stand for your people, gotta fight for your ground. And when the stance is medieval and the quiet is loud, you gotta plan another sequel, then you write it down. With the command, the upheaval as high as the clouds. How do you want it to be? You gotta fight for a reason, baby. Freedom ain't free. Live among us. Live among us. Aha.
Shalman is flying solo. എന്ത് ലാസ്റ്റ് കണ്ടത്, എന്ത് രസം കാണാൻ. ഒരു ഹോളിവുഡ് സ്റ്റൈൽ സാധനം കേട്ടോ. ഒരു യന്ത്ര വെടിവെപ്പ് നെസ്ലിൻ പോയി സാധനം വെക്കണ്ടോ. ഓക്കെ, എന്താലേ കല്യാണി പ്രിയദർശൻ. ഓ, പുള്ളിക്കാരിക്ക് വന്നില്ല എല്ലാ നെഗറ്റീവ്സും ചിലപ്പോൾ ഇതോടെ വെട്ടി വച്ചിട്ടും പുള്ളിക്കാരി. കിട്ടുന്ന സാധനം എനിക്ക് ഒന്നും പറയാനില്ല. ഇതിൽ ആ ലാസ്റ്റ് ഒക്കെ വന്ന് നിൽക്കുന്ന ചില സാധനങ്ങൾ കാണുമ്പോൾ ശരിക്കും ഒരു ഫാന്റസി ഫിലിം ഒക്കെ നമ്മൾ ഹോളിവുഡിൽ ഒരുപാട് ഫാന്റസി ഫിലിംസ് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ ഡ്രാഗൺ പോലത്തെ സാധനങ്ങളാവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ബ്രാവോ, അതിലൊക്കെ ചില ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. മീൻസ് അതായിട്ട് കണക്ട് ചെയ്ത് പറയില്ല, നമ്മൾക്ക് ചില അത്തരത്തിലൊരു ക്യൂട്ട് ലുക്കുള്ള മുടിയൊക്കെ ഇങ്ങനെ ജസ്റ്റ് സ്ട്രൈറ്റ് ചെയ്തൊക്കെ സൈഡിലേക്ക് ഇട്ട് പാറുന്ന കുറച്ച് ഡ്രസ്സ്, എന്താ പറയാ, ഞാൻ പറയുന്നത് എനിക്കറിയില്ല, ഗൗണൊക്കെ ഇട്ടൊക്കെ വരുമ്പോഴൊക്കെ രസമാണ്. ചില ഫാന്റസി ഫിലിംസിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്. അത്തരത്തിൽ മലയാളത്തിൽ നിന്ന് ഒരു നടി ആരാണ് വേറെ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആൾ അങ്ങനെ ഒറ്റയടിക്ക് നമുക്ക് ഒരു ഫേസും വരുന്നില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഫാന്റസി എലമെന്റ് അത് പ്രസന്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എനിക്ക് തോന്നുന്നത് കല്യാണി പ്രിയദർശൻ തന്നെയാണ്. കാരണം പുള്ളിക്കാരന്റെ ഫേസിലൊക്കെ അത് ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. എന്തോ ഈ ക്യാരക്ടറിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളാണ് കല്യാണി എന്ന് തോന്നുന്നുണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് കല്യാണിന് എന്റെ പുള്ളിക്കാരന്റെ പേര് എന്തായാലും പ്രിയദർശന്റെ മോള്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് പുള്ളിക്കാരിന്റെ നമ്മളിപ്പോ തലവര തെളിയാന്നൊക്കെ പറയുന്നത്. ബിക്കോസ് പുള്ളിക്കാരി ഭയങ്കര ഫേമസ് ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇൻഡിവിജ്വലി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് മാസ്റ്റർ പീസ് എന്ന് പറയുന്ന രീതിയിൽ ഒരു സാധനം ആകില്ലേ എന്നൊരു തോന്നൽ. പിന്നെ അപ്പുറത്തുള്ളത് അറിയാലോ, വേഫർ ഫിലിംസ് ആണ്, DQ ആണ്. DQ ഇതുവരെ വേഫർ ഫിലിംസ് എനിക്ക് തോന്നിയിട്ടുള്ളത് വലിയ റിസ്ക് ഇല്ലാത്ത ഒരു ആവറേജ് പരിപാടി പിടിച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഫ്ലോപ്പോ അല്ല, ഹിറ്റും അല്ല, ഒരു മുതൽ മുടക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു പരിപാടി അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് തോന്നിയിട്ടുണ്ട് എനിക്ക്. ബട്ട് ഇവിടെ സംതിങ് ബിഗ്, അങ്ങ് നമുക്കത് പിടിക്കാം എന്നുള്ള രീതിയിൽ കൈയൊക്കെ മണ്ടക്കി വെച്ച് ഇറങ്ങിയ പോലത്തെ ഒരു ഫീല് തോന്നുന്നുണ്ട്. കാരണം ജെയ്ക്സൺ ഇപ്പൊ കൊണ്ടുവരുമ്പോൾ ഇന്റർനാഷണൽ ലെവൽ പരിപാടിയൊക്കെ പിടിക്കുക, ഈ ജ്യോതി എന്ന് പറയാനൊക്കെ കൊണ്ടുവരിക. ആൻഡ് എടുത്തു പറയണം, പുള്ളിക്കാരുടെ വോയിസ് രക്ഷയില്ല. പ്ലസ് മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അങ്ങനത്തെ ഒരു ടാലന്റിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ട്രിബ്യൂട്ട് ആണെന്ന് തോന്നുന്നു. അത്തരത്തിൽ ഒരു പരിപാടി ചെയ്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നല്ലൊരു ട്രിബ്യൂട്ട് ആണ്. അത് അങ്ങനെ വേണം, അങ്ങനെയുള്ള ടാലന്റുകൾ നമ്മൾ യൂസ് ചെയ്യാൻ. അത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഇടയിൽ വന്നിട്ടുള്ള ചില സാധനങ്ങളൊക്കെ ചില ബോളിവുഡ് സിനിമകളിലൊക്കെ കല്യാണത്തിന്റെ സമയത്തൊക്കെ ഉണ്ടാവും ചില ഗസൽ പ്ലസ് അങ്ങനത്തെ മിക്സ്ഡ് ആയിട്ടുള്ള ചില സാധനങ്ങളൊക്കെ വരും. അങ്ങനത്തെ ഒരു മ്യൂസിക് കയറി വന്ന് വീണ്ടും ടോപ്പിൽ പോയി ചില BGM ഒക്കെ എന്റെ അമ്മോ, ജെയ്ക്സ് ഒരു രക്ഷയില്ലാത്ത പരിപാടി ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഈ പാട്ടൊക്കെ വരുമ്പോൾ എന്തായിരിക്കും ഭൂം സാധനം ഒരു എമണ്ടൻ സമയത്തൊക്കെ ഈ പാട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇതിലൊരു എന്താണ് എന്തോ ഒരു എമംഗസ് ലീവ് എന്തൊരു സാധനം ബുക്ക് വായിക്കണ്ടല്ലോ, പേര് മറന്നുപോയി. അത് കണ്ടിട്ട് എനിക്ക് ഒരു എങ്ങനെയാ പറയാ, ഫാന്റസി എന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെയാ പറയാ, അതൊരു ഒരു ട്രഷർ ഹണ്ടൊക്കെ പോലെ എന്തോ ഒരു സാധനം ഇങ്ങനെ തേടി പോകുന്നതായിട്ടും അങ്ങനെയൊക്കെ ഒരു ഫീല് തോന്നുന്നുണ്ട്. പുള്ളിക്കാരി അങ്ങനെ പോയിട്ട് അവിടുന്ന് എന്തോ ഉണ്ട്, എന്റെ പൂർവികരുടെ എന്തോ സംഭവം ഉണ്ട്, അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സാധനം അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് അതിലേക്ക് പോയി അതിലേക്ക് എത്തിപ്പെട്ട് പിന്നീട് സൂപ്പർ പവർ വരുന്നതൊക്കെ ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നു. ഒരു നല്ലൊരു സൂപ്പർ ഹീറോ സംഭവമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നു എനിക്കറിയില്ല. എന്തായാലും പാട്ട് ഒരു രക്ഷയില്ല. അപ്പൊ ഗ്ലിംസും അടിപൊളി, ഐ മീൻ ടീസർ അടിപൊളി, ഈ വന്നിരിക്കുന്ന പ്രൊമോ സോങ്ങും അടിപൊളി. ഇനി സിനിമ വരുമ്പോ 100% അതൊരു നല്ല സിനിമയെന്ന് തോന്നുന്നു. എനിക്കെന്തോ നല്ല പ്രതീക്ഷ തോന്നുന്നുണ്ട്. ബട്ട് പ്രതീക്ഷ സിനിമകളൊക്കെ പൊതുവെ കിളി പാറാറാണ്. സോ അത് അവിടെ നിൽക്കട്ടെ, സിനിമ നന്നാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ആൻഡ് ജ്യോതി എന്ന് പറയാം പുള്ളിക്കാരിയുടെ വോയിസിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളതും കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ